നമസ്കാരം. നമ്മുടെ നാട്ടിൽ മലയാളി വ്ളോഗേഴ്സിനെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യ. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ഒക്കെ മലയാളി വ്ളോഗേഴ്സ്, അതായത് വ്ളോഗേഴ്സ്, നമ്മളെ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്, വ്ളോഗേഴ്സ് കയറി ഇടപെടും. അത് വല്ലാത്തൊരു ഭീകരതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കും നേരെ ഒരു സെലിബ്രിറ്റീസിനും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, ഒരു സിനിമ ഇറക്കാൻ പറ്റാത്ത അവസ്ഥ. എന്ത് വിഷയം ഉണ്ടെങ്കിലും അവിടെ കയ്യിലിപ്പോൾ മൊബൈലുമായിട്ട് നടക്കുന്നുണ്ട്. ക്യാമറയ്ക്ക് വേണ്ടി ഓടേണ്ട ആവശ്യമില്ല. ക്യാമറ നല്ല ക്ലാരിറ്റി ഉള്ള ഫോണുകളല്ലേ ഇപ്പോൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്ളോഗേഴ്സ് എല്ലാവരെയും നല്ല പണി, 8ന്റെ പണിയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ ഇറങ്ങുന്ന ആൾ ഒരു സെലിബ്രിറ്റി ആയാലെന്താ, അല്ലെങ്കിൽ എന്താ, ഒരു സാധാരണക്കാരനായിരിക്കും. അയാളൊന്ന് കുഴി വീണു, അയാളൊന്ന് തെന്നി വീണു, അയാളുടെ മുണ്ടൊന്ന് പറന്നുപോയി, അപ്പം തന്നെ വേറെ കഥകൾ ഇറക്കി ഏതെങ്കിലും ഒരു വ്ളോഗർ ചെയ്യും. ആ വ്ളോഗർ ചിലപ്പോൾ മില്യൻ അടിച്ച് ചെയ്യുമ്പോൾ അതിന് റിയാക്ട് ചെയ്ത് വാലികളായിട്ടുള്ള മറ്റു വ്ളോഗേഴ്സ് എല്ലാം ചാടി പുറപ്പെട്ടു പോരും. അതായിക്കോട്ടെ, അത് അവരുടെ തൊഴിൽ, അവരെന്ത് വേണേലും ചെയ്യട്ടെ. പക്ഷേ ആ വ്ളോഗേഴ്സിന് തന്നെ ഇപ്പോൾ പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. പല വ്ളോഗേഴ്സും ഇന്നിപ്പോൾ ഒരു കേസിൽ വ്ളോഗേഴ്സ് ആൾക്കാരെ പരസ്യത്തിൻ്റെ പേരിൽ പറ്റിക്കുന്നു, വീട് സെയിലിൻ്റെ പേരിൽ 1000 രൂപ ടോക്കൺ നിന്ന് അങ്ങനെ പറ്റിക്കുന്നു. പിന്നെ റമ്മി കളി, മറ്റേ കളി, മറിച്ചകളി എന്നും പറഞ്ഞ് അതിൻ്റെ പേരിൽ പ്രൊമോഷൻ വീഡിയോസ് ചെയ്ത് ആൾക്കാരെ വഴിതെറ്റിക്കുന്നു. ഗെയിംസിൻ്റെ പ്രൊമോഷൻ സ്പോൺസർഡ് ആഡ് ചെയ്ത് പറ്റിക്കുന്നു. അതിനുശേഷം വേറെ ഒരു അലിഗേഷൻ വന്നിരിക്കുന്നു പറഞ്ഞാൽ പെൺകുട്ടികളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നു. അങ്ങനെയുണ്ട്. വ്ളോഗേഴ്സിനൊക്കെ ഇപ്പോൾ നല്ല പേരാ. കാരണം നന്മമരങ്ങളായിട്ടൊക്കെയാണ് കളിക്കുന്നത്. ഇതാ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആലപ്പുഴ ജില്ലക്കാരനായിട്ടുള്ള പ്രശ്നേഷ് എന്ന് രോഹിത് എന്നു പേരുള്ള പ്രശ്നേഷ് എന്ന്, അവനെ രോഹിത് എന്ന് പറഞ്ഞാൽ ആർക്കും അറിഞ്ഞുകൂടാ, ആ പയ്യനെ രോഹിത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാ. പ്രശ്നേഷ് ഗ്രീൻ ഹൗസ് നടത്തുന്ന പ്രശ്നേഷ് കുമാരൻ എന്ന് വേണമെങ്കിൽ അവനെ പറയാം. കാരണം ആലപ്പുഴ ജില്ലയിൽ തന്നെ പുള്ളിക്കാരൻ ഗ്രീൻ ഹൗസ് എല്ലായിടത്തും അഴുക്കൊക്കെ പിടിച്ച സ്ഥലങ്ങളെല്ലാം വെളുപ്പിക്കുകയും സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്, അത് ക്ലീനിങ്, അങ്ങനെ എല്ലായിടത്തും വീടുകളൊക്കെ ക്ലീൻ ചെയ്യുക, ക്ലീൻ ഹൗസ് മൊത്തം നീറ്റ് ആൻഡ് ടൈഡി ആക്കി കൊടുക്കുക. അതാണ് പുള്ളിയുടെ കമ്പനി. ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന പച്ചയായിട്ടുള്ള പച്ച വീടിൻ്റെ ഓണർ എന്ന് വേണമെങ്കിൽ പറയാം. സോ പ്രശ്നേഷ് കുമാരൻ എന്ന് അവനെ അദ്ദേഹത്തെ വിളിക്കാൻ കാര്യം വേറൊന്നുമല്ല. അദ്ദേഹം എല്ലായ്പ്പോഴും ഈ പൊടിയുടെ പേരിൽ അല്ലെങ്കിൽ വൃത്തിയാക്കലിൻ്റെ പേരിൽ കുറേ അലിഗേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ ആളാവാനും റീച്ച് ആവാനും വേണ്ടിയിട്ടാണെന്ന് പിന്നീട് ആൾക്കാർക്ക് വീഡിയോസും അദ്ദേഹത്തിന് ഇൻ്റർവ്യൂസും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി. അദ്ദേഹം കുറച്ച് ഫേമസ് ആയി. പിന്നീട് അദ്ദേഹം പല പ്രമുഖ ഓൺലൈൻ മീഡിയകളിൽ വന്നിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ ആവാൻ കാര്യം? അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ വന്നിരുന്ന് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അങ്ങനെ അത്യാവശ്യം പ്രറ്റി ഫേമസ് ആകുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ചീത്ത കഥകൾ, കുറച്ച് എന്താ പറയുക, നാറിയ കഥകൾ പുറത്തേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫാമിലി വ്ളോഗേഴ്സ് ഇപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ, മരുമകൻ അമ്മായിയമ്മയെ തല്ലുന്നു, അമ്മായിയമ്മ മരുമകളുടെ കഴുത്തിന് പിടിക്കുന്നു, മകനും ഭാര്യയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, 1 കോടിയുടെ പുതിയ വീട് വാങ്ങുന്നു, ഫോർച്യൂണർ വാങ്ങുന്നു, അങ്ങനെ പല മാമാങ്കങ്ങൾ നടക്കുന്നുണ്ട്. അത് ഫാമിലി വ്ളോഗേഴ്സ് ചെയ്യുന്ന പരിപാടി. ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അടിച്ചു പൊളിയായിട്ട് കഴിഞ്ഞിരുന്ന ഒരു ഫാമിലിയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ട്വിസ്റ്റിങ്ങോടുകൂടി തന്നെ അടിയും തടയും, ഇടിയും തെറിവിളിയും കൂക്കുവിളിയും അതെല്ലാം ക്യാമറയിലാക്കി പ്രേക്ഷകരെ കാണിക്കും. അതായത് പണ്ട് നമ്മുടെ എല്ലാ വീടുകളിലും സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള വഴക്കുകൾ, മരുമകനും അമ്മായിയമ്മയും തമ്മിൽ വഴക്കുകൾ, അല്ലെങ്കിൽ മക്കൾ തമ്മിൽ വഴക്കുകൾ, സ്വത്തിന് വേണ്ടിയൊക്കെ എല്ലാ വീടുകളിലും കാലാകാലങ്ങളായിട്ട് കുടുംബം ഉള്ളിടത്തോളം കാലം തുറന്നുകൊണ്ടേ ഇരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ ഈ കഥകളെല്ലാം എടുത്ത് വിറ്റ് കാശാക്കുന്നവരായി മാറിയിരിക്കുകയാണ് വ്ളോഗേഴ്സ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേഴ്സ്. എന്നാൽ ഈ പ്രശ്നേഷ് കുമാരൻ എന്ന് പറയുന്നത് ഫാമിലി വ്ളോഗർ അല്ല. പക്ഷെ അദ്ദേഹം ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് 2019 അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉപേക്ഷിച്ച് പോവുകയും അയാൾക്ക് ഭാര്യ കൂടാതെ ഒരു അമ്മയും ഒരു അനിയത്തിയുമാണ് ഉള്ളത്. ആ അനിയത്തിയെ ഇയാൾ ഉപദ്രവിക്കുന്നു. അനിയത്തി ഉപദ്രവിക്കുന്ന വീഡിയോ അനിയത്തി റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ അവളെ ഉപദ്രവിക്കുന്നു, അവൾക്ക് മേടിച്ചു കൊടുത്തും അവളെ പഠിപ്പിച്ചതും അവൾക്ക് KFC വരെ മേടിച്ചു കൊടുത്ത വൃത്തികെട്ട കണക്കുകൾ വരെ ഒരു ചേട്ടൻ്റെ നില അയാൾ വിളിച്ചു കൂവുന്നു. പിന്നെ അയാൾക്ക് അങ്ങനെ അവരുടെ ഫാമിലി പ്രശ്നങ്ങൾ, അയാൾക്ക് കുറച്ച് പൈസയാണല്ലോ എല്ലായിടത്തെ വിഷയം, അയാൾക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യങ്ങൾ വരുന്നു. അതിന് പെങ്ങളുടെ സ്വർണ്ണം വേണമെന്ന് പറയുന്നു. അമ്മയും പെങ്ങളും അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. പെങ്ങൾ വിവാഹം കഴിക്കാത്തത് കൊണ്ട് തന്നെ അവളെ അത് കെട്ടിക്കാനുള്ളതാണെന്ന് പറയുന്നു. ഇവർ പുറത്തേക്ക് പോകാൻ ഇവർക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ട്. പ്രശ്നേഷനും ഭാര്യയ്ക്കും പുറത്തു പോകണം, ഇറ്റലിയിലേക്കോ യൂറോപ്പിലേക്കോ എവിടെയോ പോകണം. അതുകൊണ്ട് ഇവർക്ക് കുറച്ച് പൈസയ്ക്ക് ആവശ്യമുണ്ട്. അതിനൊക്കെ ഇവർ പൈസ കൊടുക്കണമെന്ന് പറയുന്നു. ഇതിനൊന്നും അവർ തയ്യാറല്ല. അങ്ങനെ വീട് പരസ്പരം തമ്മിൽ തല്ലുന്നു. പെങ്ങളുടെ കഴുത്തിന് കയറി പിടിച്ച പ്രശ്നേഷിനെ അമ്മ മാന്തി പൊളിക്കുന്നു. ഇതൊക്കെയാണ് പരസ്പരം വീഡിയോയിലൂടെ അവർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ കളി കാര്യമായി മാറിയിരിക്കുകയാണ്. അത് കളിയാണോ കാര്യമാണോ എന്ന് ഇനി പോലീസ് തീരുമാനിക്കും. വേറൊന്നുമല്ല, ഒരു കുടുംബത്തിൽ പരസ്പരം രണ്ടുപേരും കൂടെ ഇരുന്ന് പറഞ്ഞു തീർക്കാവുന്ന വേറെ മെമ്പേഴ്സ് ഒന്നുമില്ല. ആ കൂടെ 4 മെമ്പേഴ്സ് ഒരു ഫാമിലിയിലുള്ളൂ. അച്ഛനില്ല, സഹോദരനുണ്ട്, സഹോദരൻ്റെ ഭാര്യയുണ്ട്, അനിയത്തിയുണ്ട്, അമ്മയുണ്ട്, സഹോദരി കല്യാണം കഴിച്ചിട്ടില്ല. ഇവർ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട സാധാരണ ഒരു വീട്ടുവഴക്കിനെ വഷളാക്കി അത് വീഡിയോ ചെയ്ത് നാട്ടുകാരെ കാണിച്ച് വൈറലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുന്ന പ്രശ്നേഷ് കുമാരനാണ്. വേറൊന്നുമല്ല, മൊത്തം പ്രശ്നമായി. കാരണം ഈ പെൺകുട്ടി അനിയത്തിയും അമ്മയും കൂടെ വേറൊരു ചാനലിന് അവർ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അവർക്ക് വ്ളോഗും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഏതൊരു പ്രാദേശിക ചാനലിൽ അവർ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ, പൈസയ്ക്ക് വേണ്ടിയിട്ട് അയാളെ ഉപദ്രവിച്ചു തുടങ്ങി, എൻ്റെ പഴയ ചേട്ടനെ ഞാനത് കാണുന്നില്ല, വേറൊരു സൈക്കോ ആയിട്ടുള്ളൊരു മനുഷ്യനെയാണ് കാണുന്നത്. എന്നാൽ പെൺകുട്ടി പറഞ്ഞില്ല. പക്ഷെ ഒരു ആവശ്യമില്ലാതെ ഒരു സ്വന്തം അനിയത്തി ഉപദ്രവിക്കുക, മുടിക്ക് കുത്തിപ്പിടിക്കുക, കഴുത്തിന് കുത്തിപ്പിടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വാക്കുകൾക്കപ്പുറം അത് കയ്യാങ്കളിയായി മാറുക, ജീവന് ഭീഷണിയായി മാറുന്ന ലെവലിലേക്ക് വന്നപ്പോൾ അവരതിനകത്ത് പറയുന്നുണ്ട്,
ഞാൻ കേസ് കൊടുക്കുന്നു. അതുകൂടാതെ കേസ് കൊടുക്കുന്ന പെൺകുട്ടി പറഞ്ഞു, അതുകൂടാതെ ഒരു ചേട്ടൻ ചെയ്യാൻ പാടില്ലാത്ത ഒരു വൃത്തികെട്ട കാര്യം പ്രശ്നേഷൻ അത് ചെയ്തു. വേറൊന്നുമല്ല, ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയുടെ ചാറ്റുകൾ പുറത്താക്കിക്കൊണ്ട് തന്നെ അവനൊരു അതായത് അവൾ വേണ്ടെന്ന് വെച്ച് പോയ ആ കുട്ടിയുടെ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ലവറോ ബോയ് ഫ്രണ്ടോ എന്ത് പേര് വേണമെങ്കിലും ഇട്ട് വിളിക്കാം, ആ ബോയ് ഫ്രണ്ട് ചേച്ചി എന്നെ ഇവൾ ബ്ലോക്ക് ആക്കി, ആ പെൺകുട്ടി എന്നെ ബ്ലോക്ക് ആക്കി, അതുകൊണ്ട് എനിക്കിപ്പോൾ വയ്യ എന്നൊക്കെ പറഞ്ഞുള്ള ആ ഒരു ചാറ്റ് ഹിസ്റ്ററി അവൻ പുറത്തു വിടുകയാണ് പ്രശ്നം. അവിടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. വേറൊന്നും കൊണ്ടല്ല, സ്വന്തം അനിയത്തിയാണ്, വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടിയാണ്. ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതും അത് ബ്രേക്കപ്പ് ആകുന്നതും തേച്ചിട്ട് പോകുന്നതും ഇങ്ങോട്ട് തേപ്പ് കിട്ടുന്നതും ഒരു പുത്തരി കഥയല്ല. 10 വയസ്സാകുമ്പോൾ തൊട്ട് റിലേഷൻഷിപ്പിലാണ് എല്ലാ പെൺകുട്ടിയും ആൺകുട്ടിയും, ഓൾമോസ്റ്റ് മിക്ക പെൺകുട്ടികളും ആൺകുട്ടികളും. സോ പ്രസ്റ്റേഷനും അമ്മയ്ക്കും ഇതും അറിയാം, നാത്തൂനും ഇതെല്ലാം അറിയാമായിരുന്നു. ഒരു വിഷയം ഉണ്ടായപ്പോൾ എന്തിനാണ് ആ പെൺകുട്ടിയുടെ പേഴ്സണൽ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ചേട്ടനെടുത്ത് യൂട്യൂബിൽ കാണിക്കുക, അതിനെക്കുറിച്ച് ഇത് വിശദീകരണം, അതിൻ്റെ ചാറ്റ് ഹിസ്റ്ററി കൊടുക്കുക, പെണ്ണിൻ്റെ സ്വഭാവം ഇതൊക്കെയാണെന്ന് പറയുക, ഇതൊക്കെ വളരെ മോശപ്പെട്ട. അതുകൊണ്ട് തന്നെ ഡിഫമേഷന്, അപകീർത്തിപ്പെടുന്നതിന് അവൻ പണി മേടിച്ചിരിക്കുകയാണ്, ആ പെൺകുട്ടി കേസ് കൊടുത്തിരിക്കുകയാണ്. വ്ളോഗിങ്ങും ഫാമിലി വ്ളോഗിങ്ങും ഒക്കെ വളരെ നല്ല കാര്യം തന്നെ. പക്ഷേ ഒരു കുടുംബം എന്ന് പറയുന്നത്, ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞു തീർക്കേണ്ടതിന് പകരം എന്ന് തൊട്ടാണ് മലയാളി അതെല്ലാം ക്യാമറയിലാക്കുന്ന സംസ്കാരത്തിലേക്ക് വന്നത്?